4 പേർക്ക് 4 ഫുഡ് ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റൂല. നിങ്ങൾ ഉള്ളത് കഴിച്ചിട്ട് പോവാൻ നോക്ക്. അമ്മ കാറിന്റെ കീ ഉണ്ടോ അമ്മ? ആ ഡ്രൈവിലിരിക്കുന്ന മക്കളെ, ഇതാ ഞാൻ വന്ന് എടുത്തുതരാം. എടാ അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, എന്നാണ് നമ്മൾ വീട്ടുകാർക്ക് പൈസ കൊടുക്കണം നിൽക്കണത്, അതോടെ വീട്ടുകാർ നമുക്ക് തരുന്ന വിലയും നിൽക്കും. ഇതൊക്കെ എന്ത് ഡെയിലി അമ്പല കമ്മിറ്റി എന്ന് പറഞ്ഞു പോണ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത്രയും പൈസ? അരുണിന്റെ അച്ഛനും അമ്മയും വന്ന് നമ്മൾ രണ്ടുപേരും എന്തോന്നാണ് കൊച്ചിന് കൊടുക്കണം നോക്കൂലേ? നിങ്ങൾ റിട്ടയർമെന്റും കഴിഞ്ഞ് പെൻഷൻ ഇല്ലാതെ ഇരിക്കണം എന്ന് അവരെടുത്ത് പോയി പറയാൻ പറ്റുമോ? അവനായതുകൊണ്ട് അറിഞ്ഞും കണ്ട് ചെയ്യുന്നു. ചൂടാ. അച്ഛൻ ഡെയിലി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ പൈസ അടുക്കി വെച്ചിരിക്കണമെന്നാണ് നിന്റെ വിചാരം? ബിപിയുടെ മരുന്ന് വാങ്ങിക്കണം പോലും ഇവൻ വിചാരിക്കണം. എന്തോന്നമ്മ, അവളുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ തന്നെ നടത്താം. മക്കളെ എന്നാലും എന്തെന്നാലും ഇത്രയൊക്കെ ചെയ്ത പിന്നെ എനിക്കൊരു ഹോളൂടെ ബുക്ക് ചെയ്യാനല്ലേ പാട്. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാർത്തിക ഓഡിറ്റോറിയം നോക്കിയാലോ? എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, ഞാൻ വിളിച്ചു പറയാം. നിങ്ങളൊന്നും മിണ്ടാതിരി, അതൊക്കെ അവൻ നോക്കിക്കോളും. ഇവിടെ പണ്ടൊക്കെ എന്തിനും അതിനും എൻ്റെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പോയപ്പോലും ഒരു ഒഴുക്കം മട്ടാണ്. നിന്റെ കയ്യിലും കാശ് ഉണ്ടെങ്കിൽ പോയ വില താനേ വരും. അച്ഛൻ ഇത്രയും വലിയ ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്ന? അല്ലെങ്കിൽ ഇതിന് അച്ഛൻ എന്തിനാണ് ഇപ്പൊ ഇത്രയും വലിയ ലോണ്? മതി, നീ എൻ്റെ തന്തയാവാൻ നോക്കണ്ട. നിന്റെ വായിൽ നീണ കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് നിന്റെ ചെലവര് കഴിയുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യണ്ടെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് പെൻഷൻ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നിങ്ങളുടെയൊക്കെ മാറ്റം ഞാൻ കാണുന്നതാ. നിങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് തീരുമാനിക്കുന്നു, നിങ്ങൾ അങ്ങ് ചെയ്യുന്നു. ഞാനൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ?